standing on the edge again. I feel your breath coming on the way, and nothing's clear, but I can hear the sound of your voice. It only gets stronger, it only goes deeper. My head's underwater, but somehow I can finally breathe. It only gets stronger, it only goes deeper. My head's underwater, but somehow I can finally breathe. It only gets stronger, it only goes deeper. My heart is on fire, and this love is setting me free of nothing but these empty hands. But with you I have everything. How can I lose as long as you are the love holding on to me? It only gets stronger, it only goes deeper. My head's underwater, but somehow I can finally breathe. It only gets stronger. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനായ ദൈവമേ, മംഗല്യകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിജോയെയും ഡൈനയെയും തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദപരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഞങ്ങളെല്ലാവരും ഒരു ദിവസം അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവേ, ഞാൻ അങ്ങയെ തേടി വരുന്നു. നിയമം ലംഘിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കും. കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നിയമങ്ങൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. സർവസമ്പത്തിലും ഉപരിയായി ഞാൻ അവയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകളെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ മാർഗങ്ങളെ പറ്റി ചിന്തിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കും. അങ്ങയുടെ വാക്കുകൾ ഞാൻ വിസ്മരിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഹോദരരെ, ഉത്തമഗീതത്തിൽ നിന്നുള്ള വായന. ഞാൻ സാരോണിലെ പുഷ്പവും താഴ്വരയിലെ ലില്ലിയുമാകുന്നു. മുള്ളുകളുടെ ഇടയിൽ ലില്ലി എന്നതുപോലെയാണ് കന്യകമാരുടെ ഇടയിൽ എന്റെ പ്രിയൻ. കാട്ടുമരങ്ങളുടെ ഇടയിൽ ആപ്പിൾ വൃക്ഷം എന്നതുപോലെയാണ് യുവജനങ്ങളുടെ മധ്യേ എന്റെ പ്രിയൻ. അതിന്റെ നിഴലിൽ ആനന്ദപൂർവ്വം ഞാൻ വിശ്രമിക്കുന്നു. അതിന്റെ പഴം എനിക്ക് മാധുര്യപൂർണ്ണമത്രേ. വിരുന്നശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്നേഹപതാക എന്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവാശകയാകയാൽ മുന്തിരിയട തന്ന് എന്നെ ശക്തിപ്പെടുത്തുകയും ആപ്പിൾ പഴങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയും. ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തിൽ മരണം വരെ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ ഉറച്ചു നിൽക്കുന്നതിനുള്ള അനുഗ്രഹത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യുവാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ
കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ. സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായ സ്നേഹത്തോടെ ജീവിക്കുവാൻ കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ. മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്ന് സംബന്ധിച്ച് ആ വധൂവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരുമയിൽ വളർന്നു വരുവാൻ ഇവരെ പ്രാപ്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. You can kill the lights, you can draw the blinds. My heart shackled down, bound to your bed. Can you stay a while, keep me by your side? Fill my scattered heart, fix me, I said. We could lay here underneath the river. If you stay, we could
ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനായ ദൈവമേ, മംഗല്യ കർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡൈനയെയും ലിജോ ചേട്ടനെയും തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചായ അങ്ങയുടെ ആനന്ദകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിനും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദവരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അവസാന ദിവസം അങ്ങേ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സങ്കീർത്തന പുസ്തകത്തിലുള്ള വായന 118 അധ്യായം 1 മുതൽ 8 വരെ തിരുവചനങ്ങൾ. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹ്റോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയട്ടെ. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. Heartbeats fast, colors and promises,
years. I love you for 1,000 more. And all along I believed I would find you. Time has brought your heart to me. I loved you for 1,000 years. I love you for 1,000 more. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളുടെ ദൈവത്തിന് സ്തുതി. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാനുഭവം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച് വിവാഹത്താൽ ബന്ധിതരായി ഹൃദയായിക്യത്തിൽ ജീവിക്കാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ വിവാഹാർത്ഥികളെ ആശീർവദിക്കണമേ. മാതൃകാപരമായ കുടുംബജീവിതത്തിന് തങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അഭഗ്നമായ മാർഗത്തിൽ ചലിക്കുന്നവരും കർത്താവിന്റെ നാമം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പനയെ വിട്ടു നിൽക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനങ്ങളെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പദ് സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാൻ ഒരുങ്ങുന്നവരെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാകുവാനും അവരെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനം ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 13 വാക്യങ്ങൾ 1 മുതൽ 7 വരെ ഗുരു ആസ്വദിച്ചു. വിശുദ്ധ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷയും ക്ഷമയും ദയയും ഉള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമ്മുടെ കർത്താവായ വിശുദ്ധായ സ്തുതി. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങൾ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഈശോയുടെ ഏറ്റവും പ്രിയമുള്ള ലിജോ, ഡൈന, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നതിൻ്റെ സന്തോഷം ലിജോയും ഡൈനയും. ഇത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സമ്മതമാണോ എന്നുള്ളതാണ്. ആ ചോദ്യങ്ങൾക്ക് രണ്ടുപേരും സമ്മതമാണ് എന്നുറപ്പ് പറയുമെന്നുള്ളൊരു ബലത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലൂടെ നിൽക്കുക. എല്ലാ ആശംസകളും സ്നേഹവും ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുകയാണ്. ലിജോയെ കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം. ഞാൻ KCYM-ൻ്റെ അതിരൂപത ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്ന കാലത്തും ഇപ്പോഴും വല്ലം കൊറോനയുടെ KCYM-നെ മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് വിവാഹ ദിവസം ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ വരണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ആയിരിക്കുക. ഒത്തിരിയേറെ സന്തോഷം തോന്നുന്നു. കാരണം നമ്മുടെ ചെറുപ്പക്കാർ പുതിയ ജീവിതത്തിലേക്ക് നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നേറുന്നത് കാണുന്നതിലുള്ള അതിയായ സന്തോഷമാണത്. ഡൈനയെ വ്യക്തിപരമായിട്ട് പരിചയമില്ല, എങ്കിലും രണ്ടുപേരും ഒരേ ഫീൽഡിൽ തന്നെയാണ് ജോലി ചെയ്യുക എന്ന് ലിജോ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി. എന്ത് ചെയ്യുന്നു, എവിടെയായിരുന്നു എന്നുള്ളതല്ല പ്രധാനം. ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിന് ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന വാക്കിന് ജീവിതം കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് പ്രധാനം.
ഇനിയുള്ള കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ച് ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് ഞങ്ങൾ ജീവിക്കാം എന്നാണ് നിങ്ങളിന്ന് വാക്ക് പറയാൻ പോവുക. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നേടുക എന്നുള്ളതല്ല, കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിവാഹത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ജയിക്കാൻ ശ്രമിച്ചാൽ ഒരു കാര്യം ഇപ്പോഴേ ഉറപ്പ് പറയാം, കുടുംബജീവിതം അതോടെ തകരുമെന്നുള്ളത്. ജയിക്കേണ്ടത് പങ്കാളിയല്ല, നമ്മൾ കൊടുത്താണ് അത് ജയം നേടേണ്ടത്, ഒന്നും നേടാൻ ശ്രമിച്ചുകൊണ്ടല്ല. നേട്ടങ്ങൾക്ക് പുറകെ ഇന്ന് ലോകത്തിൻ്റെ ചിന്ത മുഴുവൻ അങ്ങനെയാണ്. എങ്ങനെ എന്തും നേടിയെടുക്കാം, ഏത് മേഖലയിൽ നോക്കിയാലും ആരെങ്കിലുമൊക്കെ തോൽപ്പിച്ച് എൻ്റെ വിജയം ഉറപ്പാക്കുക എന്നുള്ളത് എല്ലാവരുടെയും താല്പര്യങ്ങൾ. വിവാഹ ജീവിതത്തിൻ്റെ വിജയം ഇങ്ങനെ ആരെങ്കിലും തോൽപ്പിക്കുന്നതിലല്ല, സ്വയം തോറ്റുകൊടുക്കുന്നതിലാണ്. എൻ്റെ പങ്കാളിയുടെ മുൻപിൽ ഞാൻ തോൽക്കാൻ എന്ന് തീരുമാനിക്കുന്നു, അന്ന് നിങ്ങളുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നേറാനായിട്ട് തുടങ്ങും. കാരണം നമ്മൾ പലപ്പോഴും ചെറിയ കൊച്ചുങ്ങളെ എടുക്കുമ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കൊച്ചെന്ത് ചെയ്താലും നമ്മൾ അതിനൊക്കെ ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കും. കൊച്ചു വാശി പിടിക്കുമ്പോൾ അതിന് സമ്മതം കൊടുക്കും. കൊച്ചൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് തിരിച്ചെടുക്കുന്നതിലാണ് നമുക്ക് സന്തോഷം, കൊച്ച് നമുക്ക് തരുന്നതിലല്ല. നമ്മുടെ കയ്യിൽ നിന്ന് ആ കൊച്ചത് വാങ്ങിക്കഴിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു. എന്ന് വെച്ചാൽ അവരുടെ മുൻപിൽ തോറ്റുകൊടുക്കുന്നതിൽ നമ്മൾ സന്തോഷിക്കുകയും സമാധാനം കണ്ടെത്തുകയും ചെയ്യുന്നു എങ്കിൽ ഈ സ്നേഹം എന്ന് പറയുന്നത് ഇതുപോലെ കൊടുത്തു തീർക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈശോയുടെ സ്നേഹം ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ സ്നേഹമായിട്ട് നിലനിൽക്കുക. കാരണം ഈശോ ഒന്നും പിടിച്ചു വെച്ചില്ല, എല്ലാം കൊടുത്ത് അവസാനിപ്പിച്ചു. കൊടുത്തു തീർത്തപ്പോൾ അത് സ്നേഹത്തിൻ്റെ അടയാളമായി. നിങ്ങളുടെ ജീവിതം വിവാഹ ജീവിതത്തിലേക്കുള്ള ആദ്യപടിയായിട്ട് ഇന്ന് നിങ്ങൾ സമ്മതം പ്രഖ്യാപിച്ചുകൊണ്ട് ആരംഭിക്കുമ്പോൾ നിങ്ങളോട് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ, ഇത് സ്നേഹത്തിൻ്റെ ജീവിതമായിരിക്കട്ടെ. പരസ്പരം സ്നേഹിക്കുന്നതിൽ നിങ്ങൾ മത്സരിക്കുക. ആ മത്സരം സ്നേഹം കൊടുക്കാൻ വേണ്ടിയാകുമ്പോൾ നിങ്ങളുടെ ജീവിതം സന്തോഷമുള്ളതാകും, ഈശോയുടെ സാന്നിധ്യം അതിലുണ്ടാകും, അതിനെ സമാധാനമുള്ളതാക്കി തീർക്കുകയും ചെയ്യും. ഇന്നു മുതൽ മരണം വരെ എന്ന് പറഞ്ഞ പ്രതിജ്ഞയൊക്കെ നിങ്ങൾ അടുത്ത വിവാഹ നാളിൽ എടുക്കുന്നതും ഈ ഒരു സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. വിവാഹിതരായവർക്കൊക്കെ അറിയാം, പറയാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മളൊക്കെ ഓരോ വ്യക്തികളാണ്, വ്യക്തിത്വമുണ്ട്, നമ്മുടെ തീരുമാനങ്ങളുണ്ട്, നമ്മുടെ ആശയങ്ങളുണ്ട്. എൻ്റെ തീരുമാനം, എൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നതിനല്ല, പങ്കുവയ്ക്കുകയും അവരുടെ ആശയങ്ങളും അവരുടെ ഇത്തരത്തിലുള്ള ചിന്തകളും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഇതിൽ നല്ലതേത് എന്ന് പരസ്പരം ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരെയെങ്കിലും തോൽപ്പിച്ച് വിജയിക്കാൻ തീരുമാനിച്ചാൽ അന്ന് കുടുംബം ഇല്ലാതാകും. പക്ഷേ തോറ്റുകൊടുത്ത് വിജയിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ കുടുംബം നമ്മളുടെ ക്രിസ്തു വസിക്കുന്ന കുടുംബമായിട്ട് രൂപപ്പെടും. അതുകൊണ്ട് ഇന്ന് ലിജോയ്ക്കും ഡൈനയ്ക്കും തരാനുള്ള ഒരു ആശംസ, ഈശോ വസിക്കുന്ന കുടുംബമായി നിങ്ങളുടേത് മാറട്ടെ. ഈശോയുടെ സ്നേഹം ശക്തമായിട്ട് നിലനിൽക്കുന്ന വ്യക്തികളായി നിങ്ങൾ മാറട്ടെ. അതുകൊണ്ട് പരസ്പരം പങ്കാളികൾക്ക് വേണ്ടി തോറ്റുകൊടുക്കാനായിട്ടും സ്നേഹിക്കാൻ വേണ്ടി മത്സരം ആരംഭിക്കാനായിട്ടും ഇന്ന് നിങ്ങൾക്ക് സാധിക്കട്ടെ. സ്നേഹത്തിൻ്റെ ഈ മത്സരം ജീവിതത്തിൽ നിന്ന് നിങ്ങളെ ആരെങ്കിലും ദൈവം വേർപെടുത്തുന്നവരെ നിലനിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ഇന്ന് നിങ്ങൾ സമ്മതം പ്രഖ്യാപിക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരുക്കത്തോടെ പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു കുടുംബത്തെ മാതൃകയായി മറ്റുള്ളവർക്ക് മുമ്പിൽ കൊടുക്കാൻ തക്ക വിധത്തിൽ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെയും യോസഫ് പിതാവിൻ്റെയും മധ്യസ്ഥ സഹായങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അച്ഛന്മാരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകം സ്നേഹപൂർവ്വം ആശംസകൾ നിങ്ങൾക്ക് നേരുകയും ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. ലിജോ, ഡയന, സ്വർഗീയ മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭാവിടത്തോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ ഔദാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. ലിജോ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായും സമ്മതത്തോടും കൂടെ ഡയനയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഡയന, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച്
സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ലിജോയെ എനിക്ക് ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹത്തിന് സാക്ഷികളാണല്ലോ. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാകാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. വിവാഹം ദൈവവുമായുള്ള ഉടമ്പടിയാണെന്നും മരണം വരെ നിലനിൽക്കുന്നതുമാണെന്നുള്ള ബോധ്യത്തോടെ ഇവർ ഈ പുതാശയെ സ്വീകരിക്കുന്നതിന് ഒരുങ്ങുവാൻ ഈശോയാണ് ഇവരെ പരസ്പരം യോജിപ്പിക്കുന്നതെന്ന് അറിയുവാനും വിവാഹ ജീവിതത്തിന് പരസ്പര ഐക്യവും വിശ്വസ്തതയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിന് ഒരുങ്ങുവാനും വിവാഹബന്ധത്തിന്റെ അഭേദ്യതയും കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ശരിയായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് വിവാഹ ജീവിതത്തിന് ഒരുങ്ങുവാനും സ്നേഹത്തെ പ്രതി കുരിശുമരണം വരിച്ച ഈശോയെ പോലെ ഇവരും സ്നേഹത്തെ പ്രതി ത്യാഗങ്ങളെ ഏറ്റെടുക്കുന്നതിന് സന്നദ്ധത ഉള്ളവരായി തീരുവാൻ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇവരുടെ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശാനിർഭരമായ പ്രാർത്ഥനയിലൂടെ വിവാഹത്തിന് സ്വയം സജ്ജമാക്കുവാനും നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങൾ സമർപ്പിക്കുന്നു. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ഒരുങ്ങുന്ന ഈ മക്കളെ സ്നേഹത്തിൽ വളർത്തണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഈ മക്കളിൽ ചൊരിഞ്ഞ് ഇവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധുവരന്മാരെ പ്രത്യേകമാവിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനനിരതരായി വിവാഹത്തിന് ഒരുങ്ങുവാനും കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടെയും പ്രതീക്ഷയോടുകൂടെയും വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമർത്ഥമായി ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Everybody wanna steal my girl. Everybody wanna take her
in those jeans, alright. Alright. I don't exist if I don't have her. The sun doesn't shine, the world doesn't turn, alright. Alright. But I know for sure. Everybody wanna steal my girl. Everybody wanna take her heart away. Couple billion in the whole wide world. Find another one 'cause she belongs to me. Everybody wanna steal my girl. Everybody wanna take her heart away. Couple billion in the whole wide world. Find another one 'cause she belongs to me. Oh yeah. As an iOS developer in Finchen Global Solutions in Kopar, Lijo Shetan is hailing from Kidangan family Kodanada, and he has completed his diploma in computer science and presently working as IP network engineer in Reliance Jio Palarivattam. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേർക്ക് നമ്മുടെ വധുവിനെയും വരന്മാരുടെ പ്രൊഫഷൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം ഇവരിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരുടെ പാരൻസ് ആണെന്ന്. കുഞ്ഞ് ജനിച്ചന്ന് തൊട്ട് അവരെല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു ചടങ്ങാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു കൈയ്യടിയുടെ കൂടെ തന്നെ നമുക്ക് ഡൈന ചേച്ചിയുടെ ഫാമിലി മെമ്പേഴ്സിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡൈന ചേച്ചിയുടെ പപ്പ AP വർഗീസ്, ഡൈന ചേച്ചിയുടെ അമ്മ മേഴ്സി വർഗീസ്, ചേച്ചി ഇതല്ല ചേച്ചി ആൻഡ് ചേട്ടൻ ജോബി along with ആദിൽ. നല്ലൊരു കൈയ്യടി കൊടുക്കാം നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ട്. നമുക്കറിയാം ഇപ്പോൾ ഇവരിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരുടെ പാരൻസ് ആണ്. She is from Ireland. She is a nurse and her husband Joby, who is a nurse at Ireland, and the cute little one who is Adel. അപ്പോൾ ഇവിടെ ഒരു ഫാമിലി സർക്കിൾ ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമുക്കറിയാം ഇവിടെ ഇനി തൊട്ട് അറക്കൽ കുടുംബം മാത്രമല്ല ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത്. അറക്കലും കിടങ്ങൻ ഫാമിലിയും കൂടി ഒരുമിച്ച് കൂടുമ്പോഴാണ് ഇവരുടെ ഫാമിലി സർക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നല്ലൊരു കൈയ്യടിയുടെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ചേട്ടൻ്റെ ഫാമിലി മെമ്പേഴ്സിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Let's put our hands together for the Kidangan family members, okay? Lijojen's papa, Paili Kaya, Amma Lily Paili, and her sister Leah Jaymon, her husband MC Jaymon, and Antonio Jaymon. നല്ലൊരു കൈയ്യടി കൊടുക്കാം എല്ലാവരും. ഇപ്പോൾ ഇവിടെ ഫുൾ ഫാമിലി സർക്കിൾ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നല്ലൊരു കുടുംബജീവിതം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സെർമണീസിലോട്ട് കിടക്കാം. ഇവരുടെ വേദിയിൽ ആദ്യമായിട്ട് ഒരുമിച്ച് ചെയ്യാൻ പോകുന്ന ചടങ്ങെന്ന് പറയുന്നത് യൂണിറ്റി ക്യാൻഡിൽ ലിറ്റിംഗ് ദ ലാൻഡ് സെർമണി. അപ്പോൾ നമുക്ക് ലാൻഡ് സെർമണിയിലോട്ട് കിടക്കാം.
कोई मुश्किल पड़ जाए, तुम देना साथ मेरा ओ हमनवा। हो चांदनी जब तक रात देता है हर कोई साथ, तुम मगर अंधेरों में ना छोड़ना मेरा हाथ। हो चांदनी जब तक रात देता है हर कोई साथ, तुम मगर अंधेरों में ना छोड़ना मेरा हाथ। ना कोई है ना कोई था जिंदगी में तुम्हारे सिवा, तुम देना साथ मेरा ओ हमनवा। പുൽക്കൊടിയിൽ തൂമണി തൂമണി പോൽ പുഞ്ചിരി നെഞ്ചിരി വീണലിയാതെ മാഞ്ഞൊഴിയാതെ നീ മറയാതെ. പുൽക്കൊടിയിൽ തൂമണി തൂമണി പോൽ പുഞ്ചിരി നെഞ്ചിരി വീണലിയാതെ മാഞ്ഞൊഴിയാതെ നീ മറയാതെ. പ്രിയമോടിതു ഞാൻ കരതാരിൽ കരുതിയെരിയും മരുഭൂവിൽ പല പാതകൾ താണ്ടുകയല്ലേ മെല്ലെ മെല്ലെ. ഒരു കാറ്റിലുമായി കലരാതെ ഒരു വീർപ്പിലുമാർത്തുലയാതെ കരളെ കുളിരായ കിനാവേ നോവേ.
കണൽക്കാറ്റിലേതോ സാന്ധ്യനിലാവിൽ കടൽ കാറ്റു വീശും ഏകാന്തരാവിൽ കിനാത്തോണി നീങ്ങും മോഹമായി ദൂരെ വിളിക്കുന്നു തീരം ചിലമ്പുച്ച പോലെ അരികിൽ ചേർന്നണയാൻ ഇരുമനസ്സും അനുപ്രിയയുടെ ആഗ്രഹം ഇതിൽ ചെയ്തില്ലെങ്കിൽ മോശമല്ല. നന്നായിട്ട് ആഗ്രഹം ചെയ്തായിരുന്നു കുട്ടി. എല്ലാവരും കുട്ടിക്ക് ഒരു കൈയ്യടി കൊടുക്കും. അച്ഛനും അനുപ്രിയൊക്കെ പറഞ്ഞ ലിജോ എന്നാണ് എൻ്റെ പേര്. കോടനാടാണ് എടങ്ങേറ്റ് ഹൗസ്. അതാണ് ഭാവിയിൽ കല്യാണത്തിന് പലവരെയും പരിചയപ്പെടാത്തതാണ്. ഇപ്പം പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞു. പ്രപ്പോസ് ചെയ്ത് ഇതുവരെയായിട്ട് ശീലിച്ചിട്ടില്ല, സത്യമായിട്ടുള്ള കാര്യമായിട്ടാണ്. അപ്പോൾ അത് കാരണം ഞാൻ ചോദിക്കാം, നിങ്ങൾ മാമൂസ പേര് മറിയം എന്നാണ്. അപ്പം മറിയം കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഈ വേറെ പ്രപ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടൻ മുട്ടി വെച്ച് കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേച്ചി മുമ്പിൽ മുട്ട് മടക്കാൻ ചേട്ടൻ തന്നെയാണ് മുട്ട് വെച്ച് കൊടുക്കുക. ഓക്കെയാ, ചേട്ടന് തിരിച്ചു കിട്ടണമെന്ന് പറയുന്നുണ്ട്. വേണോ ചേച്ചിനെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിക്കണോ? അപ്പൊ ചേട്ടന്റെ ആഗ്രഹം നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചേച്ചിനെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിക്കാം, അതല്ലേ? ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഒരു അവസരം, ചേച്ചിക്ക് ചേട്ടനെ പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ചേച്ചിക്ക് ഹിന്ദിയിൽ ഡയലോഗ് പറയണം. ഏത് ഡയലോഗ് വെച്ച് പറഞ്ഞാൽ പ്രപ്പോസ് ചെയ്യാം. ഈ ടാസ്ക് എന്ന് പറയുന്നത് ഇവരുടെ ക്യാരക്ടർ, ഇവർ എത്രത്തോളം ബോണ്ട് ഉണ്ട്, ഇവർക്ക് എത്രത്തോളം പരസ്പരം അറിയാമെന്ന് നമുക്ക് അറിയണ കാര്യം നമുക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പേര് കൊടുക്കുന്നുണ്ട്. ഇവര് പരസ്പരം നോക്കാതിരിക്കുകയാണ്. രണ്ട് ചെയറിൽ ക്രോസ് ചെയ്ത് വേറെ രീതിയിൽ ഇരുത്തുവാണ്. എന്നിട്ട് ഇവരുടെ കയ്യിൽ ഒരു ഒരു സ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്ലേറ്റിൽ ഒരു സൈഡിൽ ചേട്ടന്റെ പേരും മറ്റു സൈഡിൽ ചേച്ചിയുടെ പേരുമുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ വരുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ആ സ്വഭാവമുള്ള ഒരാള്, ഇപ്പൊ ചേട്ടന് ചേച്ചിക്കായിരിക്കും ആ സ്വഭാവമുള്ളത്. അപ്പോൾ ചേട്ടൻ ചേച്ചിയുടെ പേര് പൊക്കി കാണിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളിൽ ആദ്യം പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഇപ്പോഴല്ല, കല്യാണം ഉറപ്പിച്ചതിന് ശേഷമെല്ലാം കൊണ്ട് നിങ്ങളിൽ ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? എന്താണത്? ഓക്കെ, പരസ്പരം അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ചേച്ചിനെയും ചേച്ചി ചേട്ടനെയും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഏറ്റവും കൂടുതൽ മിണ്ടുന്നത് ആരാണ് നിങ്ങളിൽ? ഏറ്റവും കൂടുതൽ ഓക്കെ, അത് എല്ലാവരും നല്ലൊരു വേണ്ടി കൊടുത്തേ. ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ടിരിക്കുന്ന സ്വഭാവം ക്യാരക്ടർ ഉള്ളത് ആർക്കാണ്? സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ, സീരിയസ് ആയി. ഓക്കെ, ചേട്ടൻ ചേച്ചിനെയും ചേച്ചി ചേട്ടനെയാണ് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ മണി പൈസ സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? ആരും സ്പെൻഡ് ചെയ്യാറില്ല, ആരുമില്ല. ഓക്കെ, അവർ ഈക്വലാണ്. ഈ ഫോൺ ചെയ്യുമ്പോഴൊക്കെ തല്ലിടാറില്ലേ? ഒരു കുഞ്ഞു കാര്യത്തിലൊക്കെ പറഞ്ഞ് തല്ലിടാറില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ തല്ലിടുന്നത് ആരാണ്?
காந்த கண்ணழகு லுக்கு விட்டு கிக்கு எத்தும் முத்து பழகு சொடி சிறவாணி காதலியோ கண்களுக்குள்
அந்த
കണ്ണിൽ കാണും നേരം മിഴിയഴകായി വിണ്ണിൽ മെയ്യും നിറതാരമേ നെഞ്ചിൽ തൊട്ടെന്നുള്ളിൽ മധുരിതമാം പ്രണയാർദ്രമായി നീയേ കണ്ണിൽ കാണും നേരം മിഴിയഴകായി വിണ്ണിൽ മെയ്യും നിറതാരമേ നെഞ്ചിൽ തൊട്ടെന്നുള്ളിൽ മധുരിതമാം പ്രണയാർദ്രമായി നീയേ അറിയാതെ കണ്ട കനവാണു നീ പിരിയാത്തൊരെന്നാത്മസഖി നീ അറിയാതെ കണ്ട കനവാണു നീ പിരിയാത്തൊരെന്നാത്മസഖി നീ നിറയാത്തൊരാശ തന്ന പ്രാണനായികേ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇത്രയും മാതാവേ, കണ്ണിൽ കാണും നേരം മിഴിയഴകായി വിണ്ണിൽ മെയ്യും നിറതാരമേ നെഞ്ചിൽ തൊട്ടെന്നുള്ളിൽ മധുരിതമാം പ്രണയാർദ്രമായി നീയേ तेरे संग लगी प्रीत मोहे रू बार बार तेरा नाम ले के रब से मांगी यही दुआ तू हाथों की लकीरें थाम ले. चुप है बातें दिल कैसे बयां मैं करूं तो ही कह दे वो जो बात मैं कह ना सकूं के संग तेरे पानियों सा बहता रहूं तू सुनती रहे मैं कहानियां सी कहता रहूं के संग तेरे बादलों सा उड़ता रहूं